ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ വില്ലേജ് അതായത് ഞാൻ ജനിച്ചു വളർന്ന ആ ഗ്രാമത്തിലെ കുറച്ച് ദൃശ്യങ്ങളാണ്. ഞാനിപ്പോൾ ഇന്ത്യയിലാണുള്ളത്, കേരളത്തിൽ. ഹോളിഡേക്ക് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിന് പരിസരവും ബാല്യകാലത്ത് നമ്മൾ കളിച്ച് കായലിലൊക്കെ കുളിച്ച് നടന്ന ആ പ്രദേശങ്ങളൊക്കെ ചിത്രീകരിച്ച് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും ആ ഭംഗി നമ്മൾ വിദേശത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ഈ നാട്ടിൻ്റെ പ്രകൃതി സൗന്ദര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ഈ ഗ്രാമം എന്ന് പറയുന്ന നെല്ലേറ്റിൽ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്താണ്. ഒരു 100 ഏക്കർ ലാൻഡേ ഉള്ളൂ. ഇപ്പോൾ ഈ കായൽ വരെ പുതിയ ഗവൺമെൻറ് സ്കീം പ്രകാരം ഒരു റോഡൊക്കെ വന്നു. കാറിലൊക്കെ വരുന്നവർക്ക് അതിൻ്റെ കായലിൻ്റെ ആ അടുത്ത് വരെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ്. അവിടെ എൻ്റെ ബ്രദറിൻ്റെ ലാൻഡാണ്. അവിടെ അവർ വരുന്ന ഇരിക്കുന്നതിനും ബെഞ്ചൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് സിമെൻറ്റിൽ. അതാണ്ടൊരു ഈവനിങ് ടൈമാണ്. സൺസെറ്റിൻ്റെ ആ കായൽ ഇടവ നടയറ കായൽ. ഇപ്പോൾ ഒരു വശം കാപ്പിൽ, ഒരു വശം ഇടവ. അതങ്ങ് നടയറ വരെ പോയി ആ കായൽ പണ്ട് അതുവഴി ട്രിവാൻഡ്രത്തേക്കുള്ള ജല ഗതാഗത പാതയായിരുന്നു. അതായത് വർക്കല തുരപ്പ്. ഇപ്പം കുറച്ച് നാളായിട്ട് അതിൽ കൂടെയുള്ള യാത്ര ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കും. ഇപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അത് പുനരാരംഭിക്കുന്നതായിരിക്കും. വളരെ പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് ഈ നെല്ലേറ്റിൽ. എൻ്റെ വീട് ആ കായലിൻ്റെ സമീപത്ത് ഒരു മലയുടെ മുകളിലാണ്. ആ വീടിൽ നിന്ന് നോക്കിയാൽ ഇതെല്ലാം നല്ലതുപോലെ കാണാവുന്നതാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ഈ കായലിലൊക്കെ കുളിക്കുകയും മത്സ്യം പിടിക്കുകയും കക്ക വാരുകയും എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഞാൻ UK സെറ്റിൽഡാണ്. ഒരു 35 years ആയി UK-യിലാണ് ഫാമിലിയായിട്ട് കഴിയുന്നത്. വളരെ വളരെ മാറ്റങ്ങളുണ്ട്. ഒത്തിരി ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ അവിടെയൊക്കെ നമ്മുടെ പാദങ്ങൾ സ്പർശിക്കാത്ത ഒരു സ്ഥലവും ഉണ്ടായിരിക്കില്ല. കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ തൊടിയിലായിരുന്നു, ആ കായലിൻ്റെ തീരത്ത്. അന്ന് കയർ ബിസിനസ്, കയർ ഇൻഡസ്ട്രി വളരെ സജീവമായിരുന്നു. ഒരു 50 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, 50-55 മുമ്പ്. അപ്പോൾ ഈ കായലിൻ്റെ തീരത്തെല്ലാം ഈ കയറ്റിൻ്റെ ബിസിനസ്സും ഈ തുണ്ട് എന്ന് പറയുന്ന ആ അത് അവിടെ അടിച്ച് ചവിരിയാക്കുന്ന. അപ്പോൾ ആ എപ്പോഴും വളരെ അലൈവായിരുന്നു. വളരെ സൗണ്ടും ആളും ഒരു നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ആ കായലിൻ്റെ തീരത്ത് വന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം വളരെ സൈലൻ്റായി കിടക്കുന്ന കയർ ഇൻഡസ്ട്രി പാടെ ഇപ്പം ആ പ്രദേശങ്ങളിലൊന്നും ഇല്ല. ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ 2ാം ഭാഗം, കുറച്ച് പ്രധാനപ്പെട്ട വില്ലേജിൻ്റെ ഭാഗങ്ങളുണ്ട്. അത് എൻ്റെ 2ാം ഭാഗത്തിൽ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും
നന്ദി, നമസ്കാരം. അപ്പോൾ ഈ എൻ്റെ ചാനൽ സോഫാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞാൻ UK പല ഭാഗത്തും, ദുബായ്, അങ്ങനെ പല ഭാഗങ്ങളും ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. UK ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെയുള്ള വ്യത്യസ്ത ഉൾപ്രദേശ കാഴ്ചകൾ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വീഡിയോകളൊന്നും മിസ് ചെയ്യാതെ കാണുക. ലണ്ടനിൽ പോവുക എന്നുള്ളത് കുറച്ച് പേരൊക്കെ പറ്റും, എല്ലാവർക്കും അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് പോയി കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു അവസരമായിട്ടെടുത്ത് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് കാണുക. ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അവിടെ ഇലക്ഷനൊക്കെ വന്നപ്പോൾ ആരാ ഫ്ലാഗ് കൊണ്ട്